അങ്ങനെ നമ്മൾ കറുപ്പസ്വാമിയുടെ സ്ഥലം കാണുവാനായി ചിങ്ങംചിറയിലേക്ക് പോവുകയാണ്. പാലക്കാട് എത്തിക്കഴിഞ്ഞാൽ അതിമനോഹരമായൊരു സ്ഥലമാണ് കൊല്ലങ്കോട്. ഇന്ത്യയിലെ തന്നെ അതിമനോഹരമായതും വൃത്തിയായതുമായിട്ടുള്ള ഗ്രാമങ്ങളിൽ കാണേണ്ട ഗ്രാമങ്ങളിലൊന്നാണ് കൊല്ലങ്കോട്. കൊല്ലങ്കോട് ഗ്രാമത്തിനടുത്ത് തന്നെ ഉള്ള ഈ സ്ഥലം ചിങ്ങംചിറ 2 ഏക്കറിന് മുകളിൽ തന്നെ ആൽമരങ്ങളാൽ പടർന്നു കിടക്കുന്ന ഈ ഒരു തണൽക്കൂട്ടം എന്ന് തന്നെ പറയാം. ചുട്ടുപൊള്ളുന്ന വെയിലത്ത് അനേകം ആൾക്കാർക്ക്, പക്ഷികൾക്ക്, മൃഗങ്ങൾക്കൊക്കെ തണലായി, അമ്മയായി, കാവലായി നിൽക്കുന്ന പ്രകൃതിയുടെ ഒരു ഉറച്ച തൂണ് പോലെയുള്ള ഒരു തലോടലായി എനിക്ക് ഈ ഓരോ വേരുകളെയും തോന്നിപ്പോയി. അനേകർ ഉത്തരേന്ത്യയിൽ നിന്നുള്ളവരും കർണാടകയിൽ നിന്നുള്ളവരും തമിഴ്നാട്ടിൽ നിന്നുള്ളവരുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നാനാജാതി വർണ്ണങ്ങൾ, നാനാജാതി ഭാഷകൾ, ആചാരങ്ങൾ ഒക്കെ ഈ മരത്തിൻ്റെ കീഴിൽ സംഗമിക്കുമ്പോൾ നമ്മളെല്ലാവരും തണൽ തേടി അമ്മയുടെ അടുത്തേക്ക് ഓടുന്നൊരു പ്രതീതിയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. മാതാവിൻ്റെ കീഴിൽ പരിലാളനോട് കൂടി ചേർന്നിരിക്കുന്ന ഒരു കാഴ്ച അതുതന്നെയാണ് തീർച്ചയായും ഈ ആൽമരവും മനുഷ്യമക്കളും പക്ഷിമൃഗാദികളും എനിക്കവിടെ കാണിച്ചു തന്നത്. കറുപ്പസ്വാമി അവിടെയുള്ള പ്രധാന ആൽമരത്തിൻ്റെ ചുവട്ടിൽ കുടികൊള്ളുന്നത് മക്കളില്ലാത്തവർക്ക് ദുഃഖങ്ങൾ മറക്കുവാൻ ഉപാധിയാണത്രേ. എന്നാൽ സ്വാമിയെ ഒന്ന് ദർശിക്കാം. കൂടിച്ചേരേണ്ടവർ തമ്മിൽ കൂടിച്ചേരുവാനും, ദീർഘനാളുകളായി മക്കളില്ലാതെ ഒരു ഉണ്ണിക്കാല് കാണാതെ കഷ്ടപ്പെടുന്നവർക്ക് ഒരു ഉണ്ണിക്കാല് കാണിക്കുവാനായി, വീടില്ലാതെ അലയുന്നവർക്ക് വീടിനായും ഒക്കെ കറുപ്പസ്വാമി നന്നായി അനുഗ്രഹിക്കാറുണ്ടത്രേ. അങ്ങനെ അനുഗ്രഹം കിട്ടിയവർ, ഉണ്ണികളായവർ അവിടെ തൊട്ടിലുകൾ കെട്ടി കറുപ്പസ്വാമിയെ സന്തോഷിക്കുമത്രേ. ഞാൻ അവിടെ ഒന്ന് മണിമുഴക്കി എനിക്ക് കുട്ടികളെ തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞു. പ്രകൃതിക്ക്, പ്രകൃതി മാതാവിന് ഓങ്കാരം മുഴക്കിക്കൊണ്ട് ഞാൻ അങ്ങ് കറുപ്പസ്വാമിയുടെ അടുത്തേക്ക് നടക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്ന് മക്കൾ എന്തൊക്കെയോ ആചാരപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്യുകയാണ്. അവരെ ആരെയും ശല്യപ്പെടുത്താതെ ഒരരികിലൂടെ വിശ്വാസങ്ങളിലുള്ള പുണ്യപരിലാളനമായിട്ടുള്ള ആ മുഹൂർത്തം ദർശിക്കുവാനും അനുഗ്രഹം എന്നിലേക്ക് ആവാഹിച്ചെടുക്കുവാനും ഞാൻ കറുപ്പസ്വാമിയുടെ അടുത്തേക്ക് പരമാവധി അടുത്തേക്ക് ചെന്നു. സ്വാമിയെ ദർശിക്കുവാൻ എനിക്ക് കഴിഞ്ഞു. സ്വാമി ശരണം. ആൽമരത്തിൻ്റെ ചുവട്ടിൽ ധ്യാനനിഗ്മയിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്വാമി പൂജാരി മന്ത്രങ്ങളാൽ പരിചരിക്കപ്പെടുന്നുണ്ട്. പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് ആഗ്രഹപൂർണ്ണ ശാന്തി വരുത്തുവാനായി എല്ലാവരും ദൈവപ്രീതിക്കായി അടുക്കുമ്പോൾ ആ ദീപനാളത്തിൽ ഞാനും തൊഴുതു അല്പം ചന്ദനവും പ്രസാദവും വാങ്ങി പുറത്തേക്ക് കടന്നു. വിട്ടുവരുവാൻ മനസ്സില്ലാതെ വീണ്ടും മണിമുഴക്കി നന്ദിയോടെ ഞാൻ സ്മരിക്കുമ്പോൾ ഇതെല്ലാം എനിക്ക് പണ്ടേ അറിയാമായിരുന്നു എന്ന ഭാവത്തിലൊരു നായ്ക്കുട്ടി അവിടെ. കൽവിളക്കുകൾ സായാഹ്നത്തിനായി, എണ്ണയ്ക്കായി, തിരിക്കായി കാത്തുകൊണ്ട് ആൽമരച്ചോട്ടിൽ അങ്ങനെ നിൽക്കുകയാണ്. പടർന്ന് പന്തലിച്ച ആൽമരങ്ങളിൽ ആണത്രേ ഒടിയൻ സിനിമയിൽ മോഹൻലാൽ ഒടിയൻ്റെ വേഷം അവതരിപ്പിച്ചത്. ഈ കാണുന്ന ആൽമരങ്ങളിലൂടെയാണ് ഒടിയൻ പറന്നു നടന്നത്. ഈ കാണുന്ന ആൽമരത്തിൻ്റെ ചുവട്ടിൽ ആണത്രേ കോഴികളെ ബലിയർപ്പിക്കുകയും ആ കോഴിയെ അവിടെ വെച്ച് തന്നെ പാകം ചെയ്ത് നേർച്ചയായി ഭക്ഷിച്ചുകൊണ്ട് കറുപ്പ